അയ്യോ, ബറോസ് ആൻഡ് വൂഡു എന്ന് വേണ്ട പറഞ്ഞുകൊണ്ടൊരു ആനിമേഷൻ സീരീസ്. ബറോസ് ബറസ് ഹിഗവത്തമ്പുരാൻ്റെ എന്തോ താക്കോൽ സൂക്ഷിപ്പുകാരൻ എന്നാണ്ട് പറയില്ല, എന്ത് തമ്പുരാനാണോ എന്തോ. ആ എന്താണെങ്കിലും ഞാൻ പറഞ്ഞില്ല, ഈ ബറോസ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് 3D ആണ് എന്നൊക്കെ പറഞ്ഞ് വരുമ്പോൾ എനിക്കൊന്നും ഈ സ്കൂൾ പിള്ളേരുടെ ഒരുപാട് യൂട്യൂബ് ചാനലുണ്ട് പിള്ളേർക്ക്. അവന്മാരെടുത്തിട്ട് അലക്കുന്ന കാണാം. അപ്പോൾ അത് പോരാ, അതിലും കുഞ്ഞു പിള്ളേരുണ്ട്. അവരെയാണ് ഈ ആനിമേഷൻ സീരീസ് വെച്ചിട്ട് ഇറങ്ങിയേക്കുന്നത്, അവരെ ടാർഗറ്റ് ചെയ്ത. അത് കുഞ്ഞു പിള്ളേർ സംസാരിക്കുന്ന പ്രായം, ഒരു ചെറിയ വർത്താനം പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ ചീത്ത വിളിക്കേണ്ട ഗതികേടുണ്ടാക്കുന്ന ഒരു സംഭവമാണ് സാധ്യത. മറ്റേതൊക്കെ ഒരു 4-ാം ക്ലാസ് 5-ാം ക്ലാസ് കഴിയുന്ന 5-ാം ക്ലാസ് തൊട്ടൊരു 7-8 ക്ലാസ്സുകൾ പഠിക്കുന്ന പിള്ളേരൊക്കെ ഈ ബറോസ് ഒക്കെ കണ്ടു കഴിയുമ്പോൾ ഇത് ഇത് എൻ്റെ പടമല്ല നിന്റെ പടം എന്നൊക്കെ പറയാൻ എന്തെങ്കിലുമൊക്കെ കാണുമായിരിക്കുമല്ലോ. പിള്ളേർക്ക് ഇതൊക്കെ ഒരു ഇങ്ങനെ നാണം കിടുവോ, വല്ലാത്ത അവസ്ഥയായിരിക്കും കേട്ടോ. സംഭവം ഭയങ്കര ഫ്ലോപ്പ് ആയിരിക്കും. ഒന്നാമത് മോഹൻലാൽ ഡയറക്റ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ട് വേറെ ആരെങ്കിലും ആയിരിക്കും ഇത് ചെയ്യുന്നത്, അല്ല മോഹൻലാൽ ഡയറക്റ്റ് ചെയ്യാനൊന്നും അറിയത്തൊന്നുമില്ല. അത് ഈ ബ്ലോഗൊക്കെ എഴുതുമ്പോൾ നമുക്കറിയാമല്ലോ. പിന്നെ വേറെ വായിന്ന് വരുന്ന പൊട്ടത്തരം കേൾക്കുമ്പോഴും അറിയാം. ഡയറക്ഷൻ ഒന്നും പറഞ്ഞിട്ടുള്ള പണിയൊന്നുമല്ല, അതിനുള്ള ബോധമൊന്നുമില്ല. അത് വെറുതെ തള്ള് പേര് വെച്ചിട്ട് മറ്റേ വേറെ ആരെങ്കിലും പണിയെടുത്തിട്ട് മറ്റേ എന്താ പറയുക, ഒപ്പിട്ട് കൊടുത്തില്ലേ എന്ന് പറഞ്ഞ പോലെ. ഗൾഫിലൊക്കെ സർജറി ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഡോക്ടർ, മലയാളി ഡോക്ടർ സർജറി ചെയ്താലും അതൊരു അറബി ഡോക്ടറുടെ പേരിലാണ് ആ സർജറി റിപ്പോർട്ടുകൾ വരുന്നത്. അതുകൊണ്ടാണ് അവിടെയൊക്കെ വർക്ക് ചെയ്യുന്ന ഡോക്ടർമാർക്ക് വലിയ താല്പര്യമില്ലാത്തത്. പലയിടത്തും അങ്ങനെയൊക്കെ തന്നെയാണ്. ഇപ്പം എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, പണ്ടൊക്കെ എങ്ങനെയാണ്. ഇപ്പോഴും അവന്മാരാണ് പേരെടുക്കുന്നത്. എഞ്ചിനീയർ ആണെങ്കിലും അത് തന്നെ, പണിയെടുക്കുന്ന എഞ്ചിനീയർ നമ്മുടെ എഞ്ചിനീയറും അറബി ഒരുത്തം വന്നൊരു പൊട്ടൻ ഇരിക്കും, എന്നിട്ട് അവൻ അപ്രൂവ് ചെയ്യുന്ന പോലെ എന്ന് പറഞ്ഞ പോലെ ഇവിടെ ഇപ്പം മോഹൻലാൽ ഡയറക്ടറാണ് പോലും. ഡയറക്റ്റ് ചെയ്യാൻ വലിയ പാടൊന്നുമില്ല കേട്ടോ. ഇപ്പം ശരിയാ, അതും വേണേൽ ചെയ്യാം. കാരണം ഈ ഒരു രീതിക്കൊക്കെ ചെയ്യാനാണെങ്കിൽ ഒരു ഡയറക്ടറുടെ ആവശ്യം പോലും ഇല്ല. ശരിക്കും ഒരു ക്യാമറമാൻ മതി കഥ കേട്ടിട്ട്. ഇങ്ങനെയൊക്കെയുള്ള സിനിമ എടുക്കാൻ നേരത്തെ ഇതുപോലത്തെ ഷാർട്ട് ആക്ഷൻ കട്ട് ഇതിനകത്ത് ഏതാ മനസ്സിലാവാത്ത സീൻ. പക്ഷെ ഈ ആനിമേഷൻ സീരീസ് കണ്ടിട്ടുണ്ടല്ലോ, എന്തൊരു തീട്ടം. കുഞ്ഞു പിള്ളേരുടെ തീട്ടം പോലെ. നേരത്തെയൊക്കെ മുതുക്കന്മാരുടെ തീട്ടമാണ്, ഇപ്പോൾ അത് സ്കൂൾ പിള്ളേരുടെ തീട്ടവും കുഞ്ഞു പിള്ളേരുടെ തീട്ടവുമായി മാറിയിരിക്കുന്നു എന്നോർത്ത പോലത്തെ ഒരു സംഭവമാണ് കണ്ടത്. ഒരു പാമ്പ് വന്ന് ജനലിലേക്ക് കൊട്ടും, അപ്പോൾ ഒന്ന് കൊച്ചിയൊക്കെ ചോക്കും, ഒന്ന് മറ്റേ മുട്ടത്തലേനെ ഏതൊരുത്തൻ എടുത്ത് അങ്ങോട്ട് മാറ്റി വെച്ച് ഇങ്ങോട്ട് മാറ്റി വെച്ച് എന്തൊക്കെയോ കാണിക്കും. മലയാളം സീരിയൽ പോലെയാണല്ലോ സിനിമ. സിനിമ തമ്മിൽ ചെറിയൊരു വ്യത്യാസമുള്ളൂ കേട്ടോ. വലിയ ക്യാമറ ഉപയോഗിക്കും, കുറച്ചുകൂടെ വലിയ സ്ക്രീനിൽ കാണാം എന്ന് പറഞ്ഞ പോലെ. ഇപ്പോൾ ആനിമേഷൻ സീരീസിൽ ഒരു ഊളത്തരം കാണിക്കാൻ ഉളുപ്പില്ലാതെ, യാതൊരു മടിയുമില്ലാതെ, നാണക്കേട് ഒരു പൊൻതൂവലായി മാറുമ്പോൾ മെഹാനടനായി പോയി കേട്ടോ. ഒരു നടൻ തന്നെ. അയ്യോ, എന്തിൻ്റെ കേടാണെന്നാ മനസ്സിലാകാത്തത്. ഒന്നും ആയിട്ടില്ലെന്നേ. ആ പുള്ളിക്ക് തന്നെ അറിയാൻ തോന്നി, മോഹൻലാലിന് തന്നെ അറിയാം. ഒന്നും ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ അങ്ങ് ചെയ്യാൻ ഇറങ്ങിയേക്കോ ഇപ്പോൾ. ഇതെന്തോ ഇത് ആഗ്രഹങ്ങളാണോ ഇതൊക്കെ? അപ്പോൾ കാശൊക്കെ ഉള്ളതുകൊണ്ട് ആഗ്രഹമൊക്കെ അങ്ങ് സഫലീകരിച്ചേക്കാന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്ന പോലെ ഉണ്ട്. അല്ല, സിനിമയ്ക്കൊന്നും വലിയ ഗുണമൊന്നും കാണത്തില്ല, പന്ന പടമായിരിക്കും. ഈ പറഞ്ഞ 2 കൊച്ചു പിള്ളേർ ഏറി കയറ്റുന്ന സാധനമാണ്. കോമഡി കാണിക്കുന്നതാണ് പിള്ളേർ കിടന്നോണ്ട് ചുമ്മാ ഇട്ട് അളിക്കുന്നതാണ് ഇതൊക്കെ പറഞ്ഞ്. പടം ഒന്ന് ഇറങ്ങട്ടെ, അടുത്തെങ്ങാണ്ട് ഇറങ്ങുന്നുണ്ടെന്ന് തോന്നുന്നു. ബെറുസ് അയ്യോ, ഇതൊക്കെ ചെയ്യാൻ ഈ ഒരാൾ മാത്രമേ ഉള്ളൂ താനും. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ രസം. പിന്നെ ഇടയ്ക്കൊക്കെ മമ്മൂട്ടി വരും. സുരേഷ് ഗോപി ഉണ്ടാകുന്നു, ഇനിയിപ്പോൾ അതിലും വലിയ സീൻ കാണിക്കാനായിട്ട് പോയേക്കുന്നതുകൊണ്ട് കേരളത്തിൽ വലിയ ശല്യം ഉണ്ടാകത്തില്ലെന്ന് വിചാരിച്ചു. പക്ഷേ അങ്ങനെയല്ല, പല ഷോയും കാണേണ്ടി. ഇയാൾ എങ്ങനെ ഇത്രയും പേരുടെ എപ്പോഴും ഇയാളുടെ മുന്നിൽ പോലീസുകാർ നിന്ന് സല്യൂട്ട് അടിക്കുകയും തോക്കൂക്കി കാണിക്കുകയും ചെയ്യുന്നത് എന്തിനാണെന്ന് മനസ്സിലായിട്ടില്ല. ഇതിനു മുമ്പൊന്നും ഒരു MP ഇങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടില്ല. ഡെയിലി ഇതുപോലൊരു വീഡിയോ ഇടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. വീഡിയോ എടുക്കാൻ വേണ്ടി ചെയ്യുന്ന, അല്ലാതെ എന്തോ. അല്ല, ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ലല്ലോ. പിന്നെ രാജാവാകുമ്പോൾ മറ്റേ അടുത്ത ജന്മത്തിലെ ബ്രാഹ്മണനൊക്കെ ആകുമ്പോൾ അല്ലേ, എന്തൊരാഗ്രഹമൊക്കെയാണ്. അങ്ങനെ ഒരുത്തിനെ പിടിച്ച് അങ്ങ് പൊക്കി വിട്ട്. തൃശ്ശൂരുകാർ സമ്മതിക്കണം. എന്നാലും തൃശ്ശൂരുകാർ മൊത്തത്തിലല്ലെന്നേ, തൃശ്ശൂർ ഭൂരിഭാഗം ആൾക്കാർക്ക് താല്പര്യം ഇല്ലെന്ന് തന്നെയാണ് അവർ വോട്ട് രേഖപ്പെടുത്തിയത്. പക്ഷേ എന്തോ ഒരു കാരണവശാൽ ചില ആളുകൾ, എനിക്ക് തോന്നുന്നു മറ്റ് 2 പാർട്ടികളും വിരോധമുള്ള ആൾക്കാരും കൂടെ കൂടിയപ്പോൾ ഉണ്ടായൊരു പ്രശ്നമായത്. അല്ലാതെ മെജോറിറ്റി ആൾക്കാർക്ക് താല്പര്യമൊന്നുമില്ല. അത് അങ്ങനെ ഒരെണ്ണം. എന്തല്ലേ ഇവരെല്ലാം കൂടി ഇങ്ങനെ എന്തോ ഒരു ബോധം ബുദ്ധിയുള്ളവരാന്ന് ഓർത്തോണേ. എങ്ങനെ സഹിക്കുന്നു ഇവിടെ ഉള്ളവർ ഇതിനെയൊക്കെ? ഇങ്ങനെ നിരങ്ങി കൊച്ചു പിള്ളേരെ പറ്റിക്കാൻ പറ്റുമെന്ന് നോക്കുന്നു. അയ്യോ, ഭയങ്കരം തന്നെ അല്ലേ?